ഹലോ ഗൈസ്, അപ്പോൾ ഇന്നിതാ ഒരു വാട്ടർ ഈറ്റിനിടെയാണ് കേട്ടോ. രാവിലെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും വാട്ടർ ഈറ്റിനിടെ എടുക്കാനേ. അങ്ങനെ ഇതാ രാവിലെ നമുക്ക് കൈപ്പത്തിരിയും പിന്നെ ചിക്കൻ കറിയാണ്. കൈപ്പത്തിരി എന്ന് പറയുന്നത് ഇത് നമ്മൾ കല്ലിലിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. നിങ്ങളവിടെ എന്താ പറയുക കമൻറ്റ് ഇടണം. അങ്ങനെ ഇതാ ഡ്യൂട്ടിക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഒരു 11-11:30 ആയപ്പോൾ ഒരു ലേസ് ഇങ്ങനെ ഇടക്കെടുത്ത് കഴിച്ചു. അങ്ങനെ ഇതാ ഉച്ച ആയപ്പോഴത്തേക്കും ഞാനും ചേച്ചിയും കൂടിയിട്ട് ഒരു ക്വാർട്ടർ മന്തി അങ്ങോട്ട് വാങ്ങി, നോർമൽ മന്തി. അങ്ങനെ അത് നമ്മൾ രണ്ടാളും കൂടിയും ഷെയർ ഇട്ട് കഴിച്ചു. എല്ലാവരും വിശന്നിരിക്കുമ്പോൾ വല്ല അൽഫാമിൻ്റെതോ ഹണി ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമൽ മന്തി ആണെങ്കിൽ അതെങ്കിലും വയറ് നിറയെ കഴിക്കും. അങ്ങനെ ഇതാ ഈവനിങ് ആയപ്പോൾ ഞാൻ എന്നെ കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. വീട്ടിലത്തെ കെറ്റിലാണെങ്കിൽ ഞാൻ നേരെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലൊരു കട്ടൻ ചായ കൊണ്ട് ഉണ്ടാക്കി. കൂടുതൽ നമ്മൾ കഴിക്കാനായിട്ട് ഈ ഒരു പൊടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതെന്തോ അരി വറുത്ത് പൊടിച്ച് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നതാണ്. എനിക്കിൻ്റെ പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആസ്റ്റർ മിംസ് നിന്ന് ഒരു പാക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പാക്കിൽ എന്താ ഇതിനുമാത്രം ഉള്ളത്. ഈ ഒരു ബോക്സിൽ ഫുള്ളും നല്ല നല്ല സ്വീറ്റ്സ് ആണ് കേട്ടുള്ളത്. ഒറ്റ ഇരിപ്പിൽ എല്ലാം അങ്ങോട്ട് തീർക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. വീട്ടിലെല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ഓവർ മധുരമില്ല എന്ന പാകത്തിനുള്ള മധുരമായിട്ട് നല്ല സ്വീറ്റ്സ് ആയിരുന്നു. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിലൊരു പേപ്പറും ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ നേരെ തിന്നാൻ തുടങ്ങിയത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് വൺ ആയിട്ടോ. അതന്നെയാണ് ഞാൻ ആദ്യം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വിചാരിച്ച ബാക്കിയുള്ള രസമെല്ലാം നല്ല നല്ല രസം ഉണ്ടായിരുന്നു. ആ ഒരു റോസ് കളർ വരുന്ന കണ്ടോ, അതൊക്കെ കറക്റ്റ് റോസാപ്പൂവിന്റെ സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും മധുരമൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ചോറോ ചപ്പാത്തിയോ ഒന്നും തിന്നാനുള്ള മൂടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതോടെ അന്നത്തെ ഫുഡ് അടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.